ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു വിശേഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം ജില്ലയിൽ LD ക്ലർക്ക് പരീക്ഷയിൽ 309ാമത്തെ റാങ്ക് എനിക്കായിരുന്നു. അപ്പോൾ ആ റാങ്കിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതും എൻ്റെ PSC ജീവിതത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ്, ദിസ് ഈസ് മീ അഖിലേഷ് ഫ്രം ഇന്ത്യൻസ് അക്കാദമി. ഇനി ഗൈഡ് അല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ഒരുപാട് എതിർപ്പുകൾക്കിടയിൽ 2017 ഞാൻ എൻ്റെ PSC ജീവിതം ആരംഭിക്കുന്നത്. എല്ലാവരും പോലെ തന്നെ തോൽവിയോടെ തന്നെയായിരുന്നു എൻ്റെയും തുടക്കം. അല്ലാണ്ട് എഴുതിയ ആദ്യ എക്സാം പോയി ക്രാക്ക് ചെയ്യാറുന്നില്ല. പക്ഷെ ആ സമയങ്ങളിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടിരുന്നു. കാരണം എന്താ, നമ്മളൊരു കല്യാണത്തിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും, ജോലിയൊന്നും ആയില്ലേ, അല്ലെങ്കിൽ എന്താ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്തിനാണ് PSCയിലേക്ക് വന്നത് എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ആ ചോദ്യങ്ങളായിരിക്കാം ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ള വാശിയിലേക്ക് എന്നെ എത്തിച്ചത്. അങ്ങനെ 2018 എൻ്റെ PSC ജീവിതത്തിൽ ആദ്യത്തെ ഒരു വിജയം ഉണ്ടാകുന്നത്. അത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചൊരു എക്സാം ആയിരുന്നു അത് മെയിൻ ലിസ്റ്റിൽ വന്നു. പക്ഷെ അത് ഫിസിക്കൽ പാസ്സാനായിട്ട് എനിക്ക് സാധിച്ചില്ല. വളരെ വളരെ വിഷമമാണ് എനിക്ക് ഉണ്ടാക്കിയത്. പക്ഷെ രണ്ടാമത് BEO എന്നൊരു പോസ്റ്റ് ആ സമയത്ത് വന്നു. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷെ ആ ഒരു എക്സാമിലും സപ്ലിമെന്ററി ലിസ്റ്റ് വരാനായിട്ട് എനിക്ക് സാധിച്ചുള്ളൂ. വീണ്ടും നിരാശ വന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് മൂന്നാമതൊരു എക്സാം, അതായത് ദേവസ്വം ബോർഡിന്റെ എക്സാം വരുന്നത്. അതിന് അപ്ലൈ ചെയ്തു. ഒരു പ്രതീക്ഷയും ഇല്ലാണ്ട് പോയി എഴുതി. പക്ഷെ അതിൽ എനിക്ക് 28ാമത്തെ റാങ്ക് ലഭിച്ചു. ആ ഒരു സമയത്താണ് ഞാനും നമ്മുടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ, അവരെല്ലാം PSC ഉയർന്ന റാങ്ക് നേടിയ ആൾക്കാരാണ്, അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു PSC കൂട്ടായ്മ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് ഞങ്ങളത് ഓൺലൈൻ ചെയ്യാം എന്ന ഒരു നിർദ്ദേശത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻസ് എന്ന PSC പ്ലാറ്റ്ഫോം ഞങ്ങൾ ഓൺലൈനായിട്ട് ആരംഭിച്ചു. പിന്നെ എൻ്റെ PSC ജീവിതത്തിൽ ഏകദേശം 1 വർഷത്തോളം നീണ്ടുന്ന ഗ്യാപ്പാണ് ഉണ്ടായത്. ജോലിക്ക് വേണ്ട ഒരു റാങ്ക് കയ്യിലുണ്ട്, പിന്നെ ഒന്നും പഠിക്കണ്ട എന്നുള്ള ചിന്തയായിരുന്നു മനസ്സ് മൊത്തം. പക്ഷേ ഇന്ത്യൻസിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുന്നത് ഞാൻ ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് മാത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ത്യൻസിന്റെ ലൈവ് ക്ലാസ്സിൽ, ഞാൻ സാധാരണ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല, അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഞാൻ ലൈവ് ക്ലാസ്സിൽ കയറിയപ്പോൾ സാറ് നല്ല രീതിയിൽ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് നമ്മൾ തരുന്ന മെറ്റീരിയൽസ് ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ, കൃത്യമായിട്ട് എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാത്തതിന്റെ പേരിലൊക്കെ നല്ല രീതിയിൽ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് എനിക്കൊരു മെച്ചപ്പെട്ട കുറച്ചുകൂടി നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേർന്നുകൂടാന്നുള്ളത്. അപ്പോൾ 3 മാസം ഉണ്ടായിരുന്നു ആ സമയത്ത് LDക്ക്. അപ്പോൾ ആ 3 മാസം കഠിനമായിട്ട് പരിശ്രമിക്കാൻ എൻ്റെ മനസ്സ് തോന്നി. ആ ഒരു സമയത്താണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി ഞാൻ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ. അതായത് റിവിഷൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിവിഷൻ നന്നായിട്ട് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ 2 എക്സാമും, ഒരു ഇന്റൻസിന്റെ ഒരു മോഡൽ എക്സാമും പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. അങ്ങനെ 3 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ തിരുവനന്തപുരം ജില്ലയിൽ LDCക്ക് 309ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് സാധിച്ചു. നമ്മൾ ഒരിക്കൽ നന്നായിട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എത്ര വൈകിയാണെങ്കിലും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുക എന്നതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതം. പണ്ട് പുച്ഛിച്ചവരും കളിയാക്കിയവരും ഒക്കെ ഇന്ന് നമ്മളെ കാണുമ്പോൾ കൺഗ്രാറ്റ്സ് പറയാറുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊരു സ്വീറ്റ് റിവെഞ്ച് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു സ്വീറ്റ് റിവെഞ്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്.